വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2024-25 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ സീരീസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 182ാമത്തെ ക്വസ്റ്റ്യനാണ് മെക്ക ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഡെൻമാർക്കാണോ, ഇംഗ്ലണ്ടാണോ, USA ആണോ, സ്വിറ്റ്സർലൻഡ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഇംഗ്ലണ്ടാണ് അല്ലേ? ഓക്കെ, ഇംഗ്ലണ്ടാണ് മെക്ക ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. മെക്ക ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. അടുത്തത്, ഹു ഈസ് ദ മിനിസ്റ്റർ ഓഫ് ദേവസ്വം ഇൻ കേരള? ദേവസ്വം മിനിസ്റ്റർ ആരാണ് ഇപ്പോഴത്തെ? കടന്നപ്പള്ളി രാമചന്ദ്രനാണോ, AK ശശിധരനാണോ, K രാജനാണോ, VN വാസവനാണോ? ആരാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി? VN വാസവൻ. ഓക്കെ. അടുത്തത്, മിനിമം ഏജ് റിക്വയർഡ് ടു കണ്ടസ്റ്റ് പ്രസിഡന്റ് ഇലക്ഷന് നിൽക്കാനുള്ള മിനിമം പ്രായം എത്രയാണ്? അപ്പം ആ മിനിമം മാക്സിമം പ്രായങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അങ്ങനത്തെ ഒരു അക്കങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 35 ആണോ, 30 ഇയേഴ്സ് ആണോ, 25 ആണോ, 18 ഇയേഴ്സ് ആണോ? ഏതാണ് മിനിമം ഏജ് റിക്വയർഡ് ടു കണ്ടസ്റ്റ് ഫോർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? 35 വയസ്സാണ് കേട്ടോ ഉത്തരമായിട്ട് വരുന്നത്. 35 വയസ്സാണ് മിനിമം ഏജ്. പിന്നെ ബേസിക് ഐഡിയ ബിഹൈൻഡ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ ബേസിക് ഐഡിയ എന്താണ്? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഇൻ സൊസൈറ്റി, യൂണിറ്റി ഫോർ സെൽഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് യൂണിറ്റി ഫോർ മ്യൂച്വൽ ഡെവലപ്മെൻറ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഏതാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ A ആണ് അല്ലേ? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. അടുത്തത്, ക്യാപിറ്റൽ ഓഫ് സിംബാബ്വെ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽസും അതുപോലെ തന്നെ കറൻസീസും ഒന്ന് നോക്കി കഴിയണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയ ക്യാപിറ്റൽസും കറൻസീസും. അപ്പോൾ നമുക്കത് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അത്യാവശ്യം ഒരു 10-50 എണ്ണമൊക്കെ പഠിച്ചാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം കിട്ടും എന്തായാലും. ക്യാപിറ്റൽ ഓഫ് സിംബാബ്വെ ഏതാണ്? പോർട്ട് വില്ലിയാണോ, ഹരാറെയാണോ, കാമ്പലയാണോ, ലോമയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം വന്നിട്ടുള്ളത് ഹരാറെയാണ് കേട്ടോ. ഓക്കെ. അടുത്തത്, കറൻസി ഓഫ് അർജൻറ്റീനയാണ് കേട്ടോ. അർജൻറ്റീനയുടെ കറൻസി ഏതാണ്? ധാക്ക, ഡോളർ, പെസോ, ദിനാർ. ഏതാണ് അർജൻറ്റീനയുടെ കറൻസി? അർജൻറ്റീനയുടെ കറൻസി പെസോ ആണ് കേട്ടോ. ഓക്കെ, പെസോ. അടുത്തത്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ക്യൂബ. ക്യൂബയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്? ഇംഗ്ലീഷ് ആണോ, സ്പാനിഷ് ആണോ, ഫ്രഞ്ച് ആണോ, റഷ്യൻ ആണോ? ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ക്യൂബ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ സ്പാനിഷ് ആണ് കേട്ടോ. ക്യൂബക്കാരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പാനിഷ് ആണെന്ന് ഓർക്കുക. ഇനി ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദർ ഇൻ IFSC കോഡ്? IFSC കോഡിൽ എത്ര ഡിജിറ്റുകളാണുള്ളത്? 15, 9, 12, 11 അല്ലേ? എത്ര ഡിജിറ്റാണുള്ളത്? 11 ഡിജിറ്റുകളോട് കൂടിയതാണെന്ത്? IFSC കോഡ് അല്ലേ? അപ്പോൾ IFSC കോഡ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. എപ്പോഴും ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ് അതിൻ്റെ ഫുള്ള് വരുന്നത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആൽഫ ന്യൂമറിക് കോഡാണ്. ന്യൂമറിക് മാത്രമല്ല, ആൽഫ ന്യൂമറിക് കോഡാണ്. അതൊരു ബാങ്കിനെയും അതുപോലെ ബ്രാഞ്ചിനെയും, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്കിനെയും ബ്രാഞ്ചിനെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധാരണ നമ്മൾ NEFTയിലും RTGS സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്നില്ലേ? നമ്മൾ NEFTയും RTGS ഒക്കെ യൂസ് ചെയ്യുമ്പം ഏത് ബാങ്കാണ് ഏത് ബ്രാഞ്ചാണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ ആ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡാണ് എന്ത്? ഈ IFSC എന്ന് പറയണത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് 11 ഡിജിറ്റുകളാണ് ഉള്ളത്. ആദ്യത്തെ 4 ആൽഫ ക്യാരക്ടേഴ്സാണ്. ഈ ആൽഫ ക്യാരക്ടേഴ്സ് ബാങ്കിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൽഫ ക്യാരക്ടേഴ്സ് ആദ്യത്തെ ബാങ്കിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അവസാനത്തെ 6 ന്യൂമറിക് ആണ് കേട്ടോ. അവസാനത്തെ 6 ന്യൂമറിക് ആണ്. അത് ബ്രാഞ്ചിനെയാണ് കാണിക്കുന്നത്. ഏത് ബ്രാഞ്ചാണെന്നാണ് കാണിക്കുന്നത്. എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഏത് ബ്രാഞ്ചാണെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് 5ാമതായിട്ട് 0 വരിക. 5ാമതായിട്ട് വരുന്നത് 0ആണ്. അത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അക്കങ്ങൾ ചേർക്കണമെങ്കിൽ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണ് നടുക്ക് 0 ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണ് 11 അക്കം വരുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 4 ആൽഫ ക്യാരക്ടേഴ്സാണ്, അത് ബാങ്കിനെ സൂചിപ്പിക്കുന്നു. അവസാനത്തെ 6 ന്യൂമറിക്കാണ്,
ആദ്യത്തെ 4 ആൽഫയും അവസാനത്തെ 6 ന്യൂമറിക്കുമാണ്. ഈ ന്യൂമറിക്ക് എന്താണ്, ബ്രാഞ്ചിനെയാണ് കാണിക്കുന്നത്. പിന്നെ 5-മതുള്ളത്, ഇതിന് രണ്ടിനെയും കൂടി നടുക്കുള്ളത് 0 ഫോർ ഫ്യൂച്ചർ റെഫറൻസ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതാണ് IFSC കോഡ്. അടുത്തത് ATM. ATMൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ്. ATMൻ്റെ ഫുൾ ഫോം എന്താണ്? ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് ATMൻ്റെ ഫുൾ ഫോം വന്നിട്ട്. അടുത്തത് ULCCS ആണ്. ULCCSൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ഒരാളുങ്ക ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വന്നിട്ടുള്ളത്. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കേരള ബാങ്ക് ഒഫീഷ്യലി ഫോം ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ഡേറ്റ് അടക്കം പഠിക്കണം. കേരള ബാങ്ക് ഒഫീഷ്യലി ഫോം ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 29/11/2019 ആണോ, 29/11/2018 ആണോ, 31/3/2019 ആണോ, 1/4/2018 ആണോ, ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരള ബാങ്ക് ഒഫീഷ്യലി ഫോം ചെയ്തതാണ്. സോ വർഷവും എല്ലാ കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക. 29/11/2019 ആണ് കേട്ടോ. ഒക്കെ 9 ഒരു കണക്ഷൻ ഉണ്ടല്ലോ. 29 ലാസ്റ്റ് 19 നടുക്കൊരു 11 ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഓർത്തിരിക്കുക എളുപ്പമാണ്. പിന്നെ അടുത്തത് വിച്ച് ഡിവൈസ് ഈസ് റിക്വയർഡ് ഫോർ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഏത് ഡിവൈസാണ് ഉപയോഗിക്കുക? CD ഡ്രൈവ് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുമോ? NIC കാർഡാണോ, ജോയ്സ്റ്റിക് ആണോ, മോഡമാണോ, എന്താണ് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷന് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മോഡമാണ് അല്ലേ. മോഡമാണ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏത് നെറ്റിൻ്റെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇമെയിൽ. ഇമെയിലിൻ്റെ ഫാദർ ആരാണ്? ഇമെയിലിൻ്റെ ഫാദർ? താഴെ കൊടുത്തിട്ടുള്ളതിൽ റേ ടോമിൽസൺ ആണ് ഇമെയിലിൻ്റെ ഫാദർ അല്ലേ. ഓക്കെ, റേ ടോമിൽസൺ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എക്സ്പാൻഡ് SLR എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അല്ലേ. അപ്പോൾ എന്താണ് ഈ SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ബാങ്കുകൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഒരു മിനിമം അല്ലേ. മിനിമം കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ നെറ്റ് NTLൻ്റെ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി NDTL എന്ന് പറയും. അതിൻ്റെ നിശ്ചിത ശതമാനം എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ലിക്വിഡ് അസറ്റ്സിൻ്റെ ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്യാഷ്, ഗോൾഡ്, അതുപോലെ തന്നെ അപ്രൂവ്ഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഫോമിലൊക്കെ മാറ്റി വയ്ക്കുന്നതാണ് ഈ SLR എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് സെൻട്രൽ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ സെൻട്രൽ മിനിസ്റ്റർ ഇപ്പോഴത്തെ ആരാണ്? അപ്പോൾ കോർപ്പറേഷന് മന്ത്രി മാറിയിട്ടൊന്നുമില്ല അല്ലേ. തുടക്കം തൊട്ട് 2021 ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ തൊട്ട് ആരാണ്? അമിത്ഷാ തന്നെയാണ് സഹകരണ മന്ത്രിയായിട്ട് ഇരിക്കുന്നത്. സോ നമുക്ക് അത് കാണാപ്പാടായ കാര്യമാണ്. അടുത്തത് റോമൻ ന്യൂമറൽസ് XL എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? XL എന്നത് Xഉം Lഉം 40 കേട്ടോ. 40 XL എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ മാത്തമാറ്റിക്കൽ സിമ്പൽ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാത്തമാറ്റിക്കൽ സിമ്പൽ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? അത് ഒന്ന് ഗ്രേറ്റർ ദാൻ ആണ്, പിന്നെ ഓർ ഈക്വൽ ടു ആണ്. ഒന്ന് ഗ്രേറ്റർ ദാൻ ആണ്, പിന്നെ ഉള്ളത് ഈക്വൽ ടു ആണ്. അപ്പോൾ അതാണ് അതിനെ മെൻഷൻ ചെയ്യുന്നത്. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അടുത്തത് ലാൻഡ് ഓഫ് റിവേഴ്സ് എന്നറിയപ്പെടുന്നത് ഏത് നാടാണെന്നാണ്. ലാൻഡ് ഓഫ് റിവേഴ്സ് പഞ്ചാബാണോ, ഗുജറാത്താണോ, ബംഗാളാണോ, കേരളമാണോ? ലാൻഡ് ഓഫ് റിവേഴ്സ് എന്ന് അറിയപ്പെടുന്നത് പഞ്ചാബാണ് അല്ലേ. പഞ്ചാബാണ് ലാൻഡ് ഓഫ് റിവേഴ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ഗ്രീക്കിൻ്റെ ഗോഡ് ഓഫ് ലവ് ആരാണെന്ന്. ഗ്രീക്കിൻ്റെ സ്നേഹത്തിൻ്റെ ദൈവം ആയിട്ട് അറിയപ്പെടുന്നത് ആരാണെന്നാണ്. അപ്പോൾ അതൊരു പ്രത്യേകതരം ഭാഷകളാണ്. അപ്പോൾ നമുക്ക് ഉത്തരം പറയാം. ഇറോസ് ആണ് കേട്ടോ. ഇറോസ് ആണ്. ഇപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. അതൊക്കെ പക്ഷേ ഇത് 2024 ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ എഴുതുന്ന ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറില്ല. പക്ഷേ ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ജൂനിയർ ക്ലർക്കിൻ്റെ അല്ല എന്ന് മാത്രം. എക്സ്പാൻഡ് നാഫഡിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ നമ്മൾ ഓപ്ഷൻസ് വായിക്കേണ്ട കാര്യമില്ല. നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ്. അപ്പോൾ നമ്മൾ ചിലതിൻ്റെയെങ്കിലും ഒന്ന് എക്സ്പാൻഷൻ പഠിച്ചിട്ട് പോകണം. ചിലപ്പോൾ ചിലതിൻ്റെ എക്സ്പാൻഷനൊക്കെ ചോദിച്ച് കാണാറുണ്ട്. പിന്നെ അടുത്തത് ബേർഡാണ്. ബേർഡ് ഈസ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് പ്രൊമോട്ടഡ് ബൈ. ആര് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ബേർഡ്? SBA ആണോ, RBI ആണോ, നബാർഡ് ആണോ, നാഫഡ് ആണോ?
അപ്പോൾ ബേർഡ് നമുക്ക് അറിയുന്നതാണ്, നബാർഡാണ് ബേർഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ദ സെൻറ്റർ ഫോർ ദ ട്രെയിനിങ് ഫോർ ജൂനിയർ ആൻഡ് ഇൻ്റർമീഡിയറ്റ് വർക്കേഴ്സ് ആർ ലുക്ക്ഡ് ആഫ്റ്റർ ബൈ. നല്ലൊരു ക്വസ്റ്റനാണ് കേട്ടോ. ജൂനിയർ ആൻഡ് ഇൻ്റർമീഡിയറ്റ് വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സെൻറ്റർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. NCDC ആണോ, SCU ആണോ, CEIS ആണോ, NCCT ആണോ, ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ജൂനിയർ ആൻഡ് ഇൻ്റർമീഡിയറ്റ് ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നത്, ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ്. 1920 ഫസ്റ്റ് കോപ്പറേറ്റീവ് ലാൻഡ് ബാങ്ക് തുടങ്ങുന്നത് കേട്ടോ, മോർട്ട്ഗേജ് ബാങ്ക്. അത് എവിടെയാണെന്നാണ്, അജ്മീറിലാണോ ജാങ്ങിലാണോ? അത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ്. ജാങ് ചെന്നൈ മുംബൈ. അപ്പോൾ നമുക്ക് നാച്ചുറലി കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നമുക്ക് കാണാപ്പാടായി ഉണ്ടാവും ജാങ് ആണെന്ന്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു വല്ല ഫാക്ടറുകളും നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. സെലക്ട് ചെയ്ത്, അതൊക്കെ എളുപ്പമല്ലേ, നമുക്ക് കിട്ടാത്തതല്ലല്ലോ, നമ്മുടെ എല്ലാ ബുക്സിലും അതുണ്ടാവും. സെലക്ട് ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതൊക്കെയാണെന്ന്. ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് നമുക്കറിയാം. ആപ്കോസും റെപ്കോയും മാർക്കറ്റ് ഫെഡും ആണുള്ളത്. അപ്പോൾ അതൊന്നും അല്ല ഉത്തരം. ഉത്തരം എന്താണ്, ഇഫ്കോ തന്നെയാണ് ഉത്തരം അല്ലേ, ഇഫ്കോ അല്ലേ. ഇവിടെ ഉള്ളതിൽ ഒരു മൾട്ടി സ്റ്റേറ്റ് ഉള്ളത് ആരാണ്, ഇഫ്കോ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ടു എ മെമ്പർ കോപ്പറേറ്റീവ് അണ്ടർ മെമ്പർ റിലീഫ് സിസ്റ്റം സ്കീം. അതായത് മെമ്പർ റിലീഫ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂൾ 53A പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ. എത്ര അസിസ്റ്റൻസ് മാക്സിമം കൊടുക്കാൻ പറ്റും എന്നാണ്. ഇതിൽ മാക്സിമം എമൗണ്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മാക്സിമം എമൗണ്ടാണ് 25,000, 1,00,000, 50,000, 75,000 എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാക്സിമം കൊടുക്കുന്ന എമൗണ്ടാണ് പറയണത് 50,000 ആണ് കേട്ടോ. മാക്സിമം കൊടുക്കുന്നത് 50,000 ആണ്. അപ്പോൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട് അല്ലേ. 10% നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% മാറ്റി വയ്ക്കുക. ഓക്കെ, പിന്നെ അതുപോലെ അത് 1 lakh മാക്സിമം എന്നും നമുക്ക് ആ റൂളിൽ തന്നെ പറയുന്നുണ്ട്. 53A കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേരള കോപ്പറേറ്റീവ് ജേണൽ എന്ന് പറഞ്ഞ മാഗസിൻ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? നല്ലൊരു ക്വസ്റ്റ്യനാണ്, നോക്കി വെച്ചോളൂ കേട്ടോ. ദ കേരള കോപ്പറേറ്റീവ് ജേണൽ ഈസ് ദ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. സോ നമുക്കറിയാം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പ്രസിദ്ധീകരണമാണത്. സോ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, നല്ലൊരു ചോദ്യമാണ്. ദ കേരള കോപ്പറേറ്റീവ് ജേണൽ ഈസ് ദ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അടുത്തത്, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഫാമിംഗ് സൊസൈറ്റി ദ വോൾ ലാൻഡ് ഓൺ ചെയ്തിട്ടുള്ളത്, വോൾ ലാൻഡ് ഓൺഡ് ബൈ ദ സൊസൈറ്റിയാണ് ഓൺ ചെയ്തിട്ടുള്ളത്. അത് ഏത് ടൈപ്പിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനത്തെ സിസ്റ്റത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബെറ്റർ ഫാമിംഗ് ആണോ, കളക്റ്റീവ് ഫാം ആണോ, ജോയിൻറ്റ് ഫാമിംഗ് ആണോ, നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ കളക്റ്റീവ് ഫാമിംഗ് ആണ്. അടുത്തത്, ദ എക്സ്ട്രീം പവർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വെസ്റ്റഡ് ഇൻ. ശരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സ്ട്രീം ആയിട്ടുള്ള പവർ ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളതെന്നാണ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണോ, ഓഡിറ്റർ ആണോ, എംപ്ലോയീസ് ആണോ, ജനറൽ ബോഡി ആണോ ചോദിച്ചിട്ടുണ്ട്. ജനറൽ ബോഡിക്ക് തന്നെയാണ് എല്ലാ തരത്തിലുള്ള പവറും അല്ലേ. എക്സ്ട്രീം പവർ അവർക്ക് തന്നെയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനേക്കാൾ കൂടുതൽ പവർ ഉള്ളത് ജനറൽ ബോഡിക്ക് തന്നെയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നു, അവരാണല്ലോ അംഗസംഖ്യ കൂടുതലുള്ളത്. സോ അവരുടെ തീരുമാനങ്ങൾക്കാണ് കൂടുതൽ അവിടെ വാല്യൂ ഉള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആർ ഫിക്സഡ് ബൈ. ജനറൽ ബോഡിയാണോ, ബോർഡാണോ, രജിസ്ട്രാർ ആണോ, പ്രസിഡൻ്റ് ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ രജിസ്ട്രാറാണ് ഇവിടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട്, അതായത് സബ് കമ്മിറ്റി എന്നും ഉത്തരങ്ങൾ വരാറുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദാറ്റ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളും CSEB കൊടുത്തിട്ടുണ്ട്. സോ ഈ രണ്ട് ക്വസ്റ്റിനും രണ്ട് ആൻസറും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഫിക്സഡ് ബൈ, ഇവിടെ രജിസ്ട്രാറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് മുമ്പ് അങ്ങനത്തെ ഒരു ആൻസർ കീ വന്നിട്ടുണ്ട്. സോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്തത്, ഹോണററി സെക്രട്ടറി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഹോണററി സെക്രട്ടറി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്ടർ ബോർഡ് മെമ്പറാണോ, ഗവൺമെൻറ് എംപ്ലോയി ആണോ, പെയ്ഡ് എംപ്ലോയി ആണോ, നോട്ട് എ പെയ്ഡ് എംപ്ലോയി, ആരെയാണ് ഹോണററി സെക്രട്ടറി എന്ന് പറയാം? അപ്പോൾ നമുക്കറിയാം, ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറിനെയാണ് എന്ത് പറയുക, ഓണററി സെക്രട്ടറി എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഈസ് ദ അപ്പെക്സ് സൊസൈറ്റി ഓഫ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് ഏതാണെന്നാണ്. ക്യാപെക്സ് ആണോ, ആൻടെക്സ് ആണോ, കോഓപ്ടെക്സ് ആണോ, അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് ആണോ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ആൻടെക്സ് ആണ് ഇവിടെ കേട്ടോ. അവരുടെ അപ്പെക്സ്, ഹാൻഡ്ലൂം വീവേഴ്സിൻ്റെ അപ്പെക്സ് ആൻടെക്സ് ആണ്.
NCCT സെറ്റപ്പ് ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട്. NCCT 1976 സെറ്റപ്പ് ചെയ്തത്. 1 ജൂലൈ 1976 ആണ്. പെരിയാർ മിക്സ്ചർ ആരുടെ ബ്രാൻഡ് നെയിം ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. റബ്കോ ആണോ, മാർക്കറ്റ് ഫെഡ് ആണോ, കേര ഫെഡ് ആണോ, റബ്ബർ മാർക്കാണോ, ആരുടെയാണ് പെരിയാർ മിക്സ്ചർ എന്നിട്ടുള്ളത്. അപ്പോൾ അത് സാധാരണ അങ്ങനത്തെ പ്രോഡക്ട്സുകളൊക്കെ നമ്മൾ നോക്കി വയ്ക്കണം കേട്ടോ. പ്രോഡക്ട്സൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് പെരിയാർ മിക്സ്ചർ ആരുടെയാണ്? റബ്ബർ മാർക്കാണ് കേട്ടോ. റബ്ബർ മാർക്കിന് വേറെയും കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഭാരത ജൈവ, അതുപോലെ തന്നെ കേരള ജൈവ, കർഷക ജൈവ, പിന്നെ പെരിയാർ മിക്സ്ചർ, പെരിയാറും ഉണ്ട്, പെരിയാർ മിക്സ്ചറും ഉണ്ട് കേട്ടോ. പിന്നെ റുബെക്കിൻ്റെ ബലൂൺസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബലൂൺസ് റുബെക്ക് എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. മലേഷ്യൻ കമ്പനിയായിട്ട് കൊളാബറേഷനൊക്കെ വന്നിട്ടാണ്. അപ്പോൾ അത് റബ്ബർ മാർക്കിൻ്റെ വർഷം പഠിക്കണം. 1971 കേട്ടോ. എറണാകുളത്താണ് അവരുടെ ആസ്ഥാനം വരുന്നത്. പിന്നെ അവരുടെ പ്രോഡക്റ്റ് എൻ്റയർ സ്റ്റേറ്റ് ആണ് അവരുടെ വർക്കിംഗ് ഒക്കെ വരുന്നത്. പിന്നെ അതുകൂടാതെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ഭാരത് ജൈവ ഗോൾഡ്, കേരള ജൈവ, കർഷക ജൈവ, പെരിയാർ മിക്സ്ചർ, റുബെക്ക് ബലൂൺസ്, അങ്ങനത്തെ അവരുടെ പ്രോഡക്ട്സൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതൊരു സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് അല്ലേ. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട അപ്പെക്സ് സ്ഥാപനം തന്നെയാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ നമ്മുടെ കേരളം മുഴുവൻ തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഗൈഡൻസോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് ഫെഡറേഷനായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നബാർഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. റബ്ബർ ബോർഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ റബ്ബർ ബോർഡിൻ്റെ വർഷം 1947 കേട്ടോ. റബ്ബർ ബോർഡിൻ്റെ വർഷം 1947. അവരുടെ ആസ്ഥാനം വരുന്നത് കോട്ടയത്താണ് കേട്ടോ. കേരള സ്റ്റേറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് കേട്ടോ. SCU കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഏത് വർഷമാണെന്നാണ്. അപ്പോൾ ആ വർഷമൊക്കെ ഇമ്പോർട്ടൻ്റ് വർഷങ്ങളാണ്, അത് പഠിക്കാതെ പോകരുത് കേട്ടോ. 1970 കേട്ടോ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിനിലാണോ, ബാംഗ്ലൂരാണോ, ആലപ്പുഴയാണോ, ഹൈദരാബാദ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജിയാണ്. അപ്പോൾ ടെക്നോളജി ഉള്ള നാട്ടിലാണെന്ന് ആലോചിച്ചാൽ മതി അല്ലേ. ടെക്നോളജിയും എല്ലാ തരത്തിലുള്ള വികസനങ്ങളും ഒക്കെയുള്ള നാട്ടിലാണെന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെയുള്ള നാടാണെന്ത്? ബാംഗ്ലൂർ അല്ലേ. ഓക്കെ. അപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി എവിടെയാണ്? ബാംഗ്ലൂരാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടർ ഇൻ ദ കൺട്രി. ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് തന്നെയാണ്. ആ കാര്യത്തിൽ നമുക്കൊരു സംശയവും ഇല്ല. സോ നമ്മൾ നേരെ അത് മാർക്ക് ചെയ്യണു. അടുത്തത് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവൽ സൊസൈറ്റി ആണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയണൽ ആണോ, ഡിസ്ട്രിക്റ്റ് ആണോ, നാഷണൽ ആണോ, സ്റ്റേറ്റ് ആണോ? അപ്പോൾ നമുക്കറിയാം അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിലുള്ള സൊസൈറ്റിയാണ്. അടുത്തത് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്, സിപ്പെക് എന്നറിയപ്പെടുന്ന സ്ഥാപനം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. എ ട്രെയിനിങ് സിസ്റ്റം ഇൻ കോപ്പറേഷൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ ദർ. സിപ്പെക് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ 2009 സിപ്പെക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അടുത്തത് ദ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡഡ് വിത്ത് ഫെസിലിറ്റീസ് ബൈ. അതിന് എക്സ്റ്റെൻഡഡ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത് ആരാണ്? കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റിനാണ് കേട്ടോ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റിന് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നത് ആരാണ്? SCU ആണോ, NCCF ആണോ, NCDC ആണോ, NCCU ആണോ? അപ്പോൾ ഇവിടെ പ്രോസസ്സിംഗ് യൂണിറ്റിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആരാണ്? NCDC ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സീരീസിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്